ഹലോ ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റീപോട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതാ ഈ ഒരു ചെടി, ഇത് സ്ട്രോബെറി പേരയാണ്. ഇതാണ് ഇന്നിപ്പോൾ ഞാൻ റീപോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് റീപോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം വേണം, ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നടേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെടി ഇതാണ്ട് ഒരു 12 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് 1-2 വർഷം കഴിഞ്ഞു. കായകളും പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാറ്റും മഴയൊക്കെ ആയതും കൊണ്ട് ഇതിങ്ങനെ ചെടി വലുതായി ചട്ടി ചെറുതാണ്, അപ്പോൾ ഇത് മറിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ റീപോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ റീപോട്ടിങ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് റീപോട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് റീപോട്ടിങ് ചെയ്യാം. ഇത്രയും വലിയൊരു ചെടിയാണ് ഞാൻ റീപോട്ട് ചെയ്യണത്. അതൊരു 12 ഇഞ്ചിൻ്റെ ചട്ടിയിൽ നിന്ന് നമുക്ക് ഒരു 20 ഇഞ്ചിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് വഴിയാണ് ഇത് റീപോട്ട് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു ചെടിയാണ് നിങ്ങൾ റീപോട്ട് ചെയ്യണതെങ്കിൽ ഈ ചെടീനെ നേരെ നമ്മൾ ഇങ്ങനെ ഒന്ന് കിടത്തി വയ്ക്കുക. കണ്ടോ, ട്രിം ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാം. ഞാനത് ഇപ്പോൾ ട്രിം ചെയ്യുന്നില്ല. ഞാൻ ചട്ടിക്കകത്ത് വെച്ച് അതൊന്ന് വേര് സ്പ്രെഡ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ ട്രിം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സാധാരണ ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്. ട്രിം ചെയ്തതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ട്രിം ചെയ്തതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് മാറ്റാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നേരിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഈ ചട്ടിയുടെ കൂടെ കിടത്തി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഹാമറോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനെ പതിയെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോട്ട് പൊട്ടുമില്ല. ഇതൊന്ന് വലിച്ചെടുക്കാനും ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് തട്ടി കൊടുക്കുക. പതുക്കെ തട്ടിയാൽ മതി. ഇനി വലിച്ചു കഴിഞ്ഞാൽ അതിന്ന് വരും. ഞാൻ വലിക്കാൻ പോവുകയാണ്. ഇതാ പതുക്കെ വലിക്കുമ്പോൾ വന്നു. അപ്പോൾ ഇത് ഈ ചട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ല ഇങ്ങനെ വരുന്നത്. നിങ്ങൾ റീപോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നാലെ ഈ ചട്ടിക്കകത്ത് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടില്ല. ഒരു ദിവസം മുന്നാലെ വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് വേണം ചട്ടിക്കകത്ത് നിന്ന് എടുക്കാൻ. ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ചട്ടിക്കകത്ത് വെള്ളം ഒഴിക്കരുത്. ഇതാ ഇനി നമ്മൾ റീപോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നാലെ ഇവിടുത്തെ മണ്ണ് ശകലം നമ്മൾ ഇളക്കി കളയുക. ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇളക്കിയെടുത്താലും മതി. വെച്ചിട്ട് നിങ്ങൾ ഈ മണ്ണൊന്ന് ഇങ്ങനെ കുത്തിക്കളയുക. കണ്ടോ, ഇതേപോലെ ഒന്ന് കുത്തിക്കളയുക. റൂട്ട് പൊട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് സ്പ്രെഡാവും. അല്ലാന്നുണ്ടെങ്കിൽ വേര് അവിടെ തന്നെ ഇരിക്കും. ഇതാകുമ്പോൾ വേര് പെട്ടെന്ന് സ്പ്രെഡാവും. ഇനി നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാം. മെല്ലെ ഇതിനൊന്ന് നിവർത്തി കൊണ്ടുവരാം. ഓക്കെ, നിവർത്തി. ഇനി നമുക്കിത് ചട്ടിയിലോട്ട് ഇറക്കി വയ്ക്കാം. ചട്ടിയിലോട്ട് ഇറക്കി വയ്ക്കുന്നതിൻ്റെ മുന്നാലെ ചട്ടിക്കകത്ത് ഒരു 1/4 പാത്രം മണ്ണ് നമ്മൾ ഇടണം. ഇനി ഇതിൻ്റെ പോട്ടി മിക്സാണ് ഞാൻ പറയുന്നത്. പോട്ടി മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ്. പോട്ടി മിക്സ് ഞാനിതിൽ ഈ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചട്ടിക്ക് 3 ചട്ടി മണ്ണും 1 ചട്ടി ചാണകപ്പൊടി, 1/2 ചട്ടി എല്ലുപൊടി, 1 ചട്ടി വെർമി കമ്പോസ്റ്റും കോഴിക്കാഷ്ടം കൂടെ കുറച്ച് ഡോളോമൈറ്റും കൂടെ ഇട്ടിട്ട് ഞാനൊരു 15 ഡേയ്സ് അവിടെ അങ്ങനെ കവറിട്ട് മൂടി വയ്ക്കും. അതിൻ്റെ ശേഷമാണ് ഞാനിത് നടാൻ എടുക്കുന്നത്. ഈ മണ്ണ് അങ്ങനെ എടുത്തു വെച്ച മണ്ണാണ്. കണ്ടോ, ഇതാ ഈ മണ്ണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തു വെച്ച മണ്ണാണ്. അല്ല, ചകിരിച്ചോറ് ചേർക്കാറില്ല. ചകിരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിന് ഒരു ഇഴുക്കം കാണും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വയ്ക്കാം. കണ്ടോ, ഇതാ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ വയ്ക്കണം. പ്ലാന്റ്സ് വെച്ചു. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സാണ് ഇത്. ഇതിനകത്ത് കൊട്ടുക. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ട് ഫില്ലാക്കണം. മണ്ണ് ഇറക്കി വിടണം. ഇപ്പം ഞാൻ എടുത്ത മണ്ണ് കറക്റ്റ് പാകമാണ്. നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ
ഞാൻ നടുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ ഇതേപോലെയാണ് നടാറുള്ളത്. എൻ്റെ അടുത്തൊരു 10-60 ചട്ടികളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഡ്രമ്മിലും വലിയ ഇതേപോലെയുള്ള പോട്ടിലൊക്കെ ആയിട്ട് ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒത്തിരി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് എല്ലാം ഇത് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. റീപോർട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് റീപോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ നിങ്ങളൊന്ന് റീപോർട്ടിങ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും, പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവാറുണ്ട് ഞാനിങ്ങനെ നടുമ്പോൾ. ഇതൊക്കെയാണ് എൻ്റെ റീപോർട്ടിങ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.